ദർശനമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അടിപൊളിയായിരുന്നു ദർശനം. ഏകദേശം 5 മണിക്കൂർ ക്യൂ നിന്ന് 5 മണിക്കൂർ ക്യൂ നിന്ന് ദർശനം കിട്ടി. അടിപൊളിയായിട്ട് ദർശനം കിട്ടി. പക്ഷേ ജനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ക്യൂവിൽ നിന്ന് ഊപ്പാട് വന്നു. അവസാനം ആ സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് തന്നെ ആ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ആസാദ് തിരക്കായി. എല്ലാ ക്യൂവും കൂടി ഈ ഫ്രീ ദർശനം, 500 ദർശനം, 300 ദർശനം എല്ലാം കൂടി വന്ന് ഓരോടത്ത് വന്ന് കൂടി ഇടിച്ച് ഒരു രക്ഷയില്ലാതെ ഊപ്പാട് വന്നു. ഇതിപ്പോൾ കഴിഞ്ഞ് ഇറങ്ങി ലഡുവൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ 300 രൂപ ഒരു കൂപ്പൺ നമുക്കുള്ള ഒരു ലഡു ഫ്രീ ഉണ്ട്. അപ്പോൾ അത് ഒരു ലഡു വാങ്ങിച്ച് ബാക്കി എല്ലാം കൂടെ 4-5 ലഡു ഞാൻ വാങ്ങിച്ചു. എല്ലാവരും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം ഞാൻ തന്നെ അങ്ങ് തിന്നു. അതായത് വേറെ ഒരു വിഷയമില്ല. കാരണം ഇവിടുത്തെ ഇതടച്ചു. അന്നദാന മണ്ഡപമൊക്കെ അടച്ചു. 3 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് 3:30 മണി കഴിഞ്ഞ്. രാവിലെ ഒരു 10 മണിക്കെല്ലാം കയറിയതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വരുന്നവരൊക്കെ വളരെ അത് കരുതിക്കൂട്ടിയാണ് വരാൻ. കുട്ടികളെ കൊണ്ടുവരുമ്പം വളരെ ശ്രദ്ധിക്കണം. കാരണം കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്രയും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത് കൂട്ടത്തോടെ വരുമ്പോഴൊക്കെ മാറിയൊക്കെ പോകും. അപ്പോൾ അത് എല്ലാം കൺട്രോൾ ചെയ്താണ് ഇവിടെ വരാൻ. അപ്പം ഞാൻ ഇത് 3ാമത്തെ വട്ടമാണ്. അത് ആദ്യം ഒരു വട്ടം വന്ന് അത് 8-10 കൊല്ലത്തിന് മുന്നെയാണ്. 15 കൊല്ലമാകുമെന്ന് തോന്നുന്നു. അതൊരു ഗ്രൂപ്പിലൂടെ വന്നത്. അന്ന് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ആധാർ കാർഡൊന്നും ഇല്ലാത്തൊരു സമയത്താണ് വന്നത്. അന്ന് ഇത്ര വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് അന്ന് വളരെ ഈസി ആയിട്ട് കണ്ട്. പിന്നെ ഇപ്പം 4 മാസം മുമ്പ് ഞാൻ ജൂണിൽ വന്ന് ഞങ്ങളെല്ലാവരും വന്നിട്ട് ഈ ബുക്ക് ചെയ്യാതെ വന്ന് അങ്ങനെ ഫ്രീ ദർശനിൽ പോയി കയറി കൊടുത്തു. ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. ഞാൻ രാത്രി 1:30 മണിക്ക് ഒക്കെ വന്നിട്ടാണ് ഇവിടെ. രാവിലെ 7 മണിക്ക് കയറി ഞങ്ങൾ രാത്രി 1:30 മണി അവിടെ എത്താൻ. ഒരുപാട് സമയം അത് അങ്ങനെ വേസ്റ്റായിട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടിയില്ല. തിരിച്ച് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ വന്നവർ ഫ്രീ ദർശനം എന്ന് പറഞ്ഞ് വരണ്ട. 300 500 പാസ്സുണ്ട്. അതൊക്കെ 2.5 മാസം മുമ്പ് ബുക്ക് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ വരണം. പിന്നെ മാക്സിമം അവധി ദിവസങ്ങളിലും ഈ ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ഈ ദിവസങ്ങളൊന്നും വരാതിരിക്കാൻ നോക്കുക. ഇതിനിടയ്ക്കുള്ള ദിവസം ചൊവ്വാഴ്ച ഒരു വെള്ളിയാഴ്ചക്കകത്തുള്ള ദിവസം നോക്കി മാക്സിമം വരാൻ ശ്രമിക്കുക കേരളത്തിൽ നിന്ന് വരുന്നവർ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ വരണം, തിരുപ്പതി വരണത്. അവർ 4 മാസം മുമ്പ് വന്നാൽ എനിക്കൊരു ദർശനം കിട്ടാത്തൊരു വാശിയായിരുന്നു. ഇതിന് ഉടൻ തന്നെ അടുത്ത ആരെങ്കിലും പോകണ കൂട്ടത്തിൽ കാര്യം വന്നെന്നുള്ളത് അത് സാധിച്ചു. തിരുപ്പതി പോലെ ഇങ്ങനെയല്ല. അതിനകത്തൊക്കെ ഭയങ്കര സ്വർണ്ണമൊക്കെ പൂശി നമ്മളിത് ഈ കാണുന്ന ഗോപുരം കണ്ടല്ലേ, ഈ ഗോപുരത്തിനകത്താണ് സംഭവം ഇരിക്കുന്നത്. അകത്താണ്. എന്നാലും ഒരു അസാധ്യ സംഭവം തന്നെ കേട്ടോ. തിരുപ്പതി ഭഗവാൻ വന്നവിടെ ഇരുന്നത്. ഈ ജനങ്ങൾ കംപ്ലീറ്റ് ആകർഷിച്ച് ഈ ഇത്രയും പേര് വരുന്നതിന് ഒരു അത്ഭുതം തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ലൊക്കേഷനൊക്കെ ഇതാണ്. ഇതെല്ലാം ദർശനം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ദർശനമെല്ലാം കഴിഞ്ഞ് ഇതിനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെയും ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഒരു ഗണപതി അമ്പലമാണ്. ഗണപതി അമ്പലം അതാണ്. ഇവിടെ വിളക്കെത്തിയപ്പം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇവിടെ ലൈവ് ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ട്. ലൈവ് ഫോട്ടോഗ്രാഫി അപ്പം തന്നെ അവർ ഫിലിമൊക്കെ എടുത്ത് നമ്മൾ ഊട്ടിയിലെ കാണുമ്പോൾ അല്ലാതെ മൊബൈൽ വെച്ചെടുക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് തൊഴുന്നുണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി തൊഴുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്.
ഇതാണ്